കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം ഫോർത്ത് സെമസ്റ്റർ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 2 എന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസൊക്കെ ബുക്ക് പ്രോഫിറ്റൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാൽക്കുലേഷൻസൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ മെയിനായിട്ടും 7 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? അസസ്മെൻറ്റ് ഓഫ് ഫേംസ് ആണ്. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് ദി ഫേംസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നത് ഇതാണ്: കണ്ടീഷൻസ്. പാർട്ട്ണർഷിപ്പ് ഫേംസ് അസസ്ഡ് ആസ് സച്ച്. അതായത് സെക്ഷൻ 184 കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഒരു 5-6 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് അസസ് ചെയ്യാം. അതർവൈസ് ഇറ്റ് വിൽ ബി അസസ്ഡ് ആസ് ആൻ AOP. ഇതൊരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിട്ടാണ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ അസസ് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ വരുന്നത് സ്റ്റെപ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ദി ടാക്സബിൾ ഇൻകം ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് SA പാർട്ടിലൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ദി ടാക്സബിൾ ഇൻകം ഓഫ് എ ഫേം എന്ന് പറയുന്നത് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്സും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്സും ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് സെക്കൻഡ് പാർട്ടിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബുക്ക് പ്രോഫിറ്റ് ആണ്. ബുക്ക് പ്രോഫിറ്റിൻ്റെ പ്രോബ്ലവും അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ദി ബുക്ക് പ്രോഫിറ്റിൻ്റെ തിയറിയും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പിന്നെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് പറയുന്നത് ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് ആണ്. ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്താണെന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കാൽക്കുലേഷൻ്റെ സ്റ്റെപ്പ് നോക്കുക. അതുപോലെ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും നോക്കി വെക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ LLP ആണ്. LLP ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചാൽ മതിയാവും. അതിൻ്റെ തിയറി ജസ്റ്റ് ഒരു തിയറി പറയുന്നുണ്ട്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് LLP പറയുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബ്ലംസ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ദി ബുക്ക് പ്രോഫിറ്റ്. അപ്പോൾ ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ദി ബുക്ക് പ്രോഫിറ്റിൻ്റെ തിയറിയും പ്രോബ്ലവും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലുള്ള നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിലുള്ള ഇല്ലസ്ട്രേഷൻ 2 നമുക്ക് നോക്കാം. ഈ 2 പറയുന്നത് എന്താണ് A, B and C are partners in a firm assessed as a firm sharing profits and losses in the ratio of the 3:2:1. The profit and loss account on 31st March 2025 showed a net profit 58,680 after debiting the following. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 58,680 ആണ്. പിന്നെ അതിൽ സാലറി തന്നിട്ടുണ്ട്, അതുപോലെ കമ്മീഷൻ തന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡൊണേഷൻ തന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതാം. നെറ്റ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 58,680 ആണല്ലോ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതാദ്യം എഴുതുക. പിന്നെ അതിനോട് എന്ത് ചെയ്യുക? ആഡ് ഡിസലവൻസ് എക്സ്പെൻസസ്. അപ്പോൾ ഡിസലവൻസ് എക്സ്പെൻസസ് ഒക്കെ ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡിസലവൻസ് ഇൻകംസ് എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിസലവൻസ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫേമിൻ്റെ എക്സ്പെൻസ് ആയിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസുകൾ, ഫേമിൻ്റെ ഇതിൽ കൺസിഡർ ചെയ്യാത്ത എക്സ്പെൻസ് ആണ് എന്ത്? ഡിസലൗഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് സാലറി ആൻഡ് കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു ഡിസലവൻസ് എക്സ്പെൻസ് ആണ്. അപ്പോൾ സാലറി എത്രയാണ്? 2,000 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? സാലറി ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കമ്മീഷൻ ടു ബിക്ക് ഒരു കമ്മീഷൻ പറയുന്നുണ്ട്, 500 ആണ്. അപ്പോൾ 500 എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഡൊണേഷൻ എന്ത് ചെയ്യുക? 2,500 അതും ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യാം. ദെൻ അതിന് എന്ത് ചെയ്യാം? ഡിസലവൻസ് ആയിട്ടുള്ള ഇൻകംസ് ഉണ്ടാവും. അപ്പോൾ ഡിസലവൻസ് ഇൻകംസ് അതിന് ലെസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ആകെ ഒരു ഡിസലവൻസ് ഇൻകംസേ പറയുന്നുള്ളൂ. അത് വരുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എത്ര പറയുന്നുണ്ട്?
5200. ആ 5200 ഈ ടോട്ടലിൽ എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് എന്ത് പറയുന്നത്, ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 58,480 ആണ്. അപ്പോൾ ഇതിന് നമ്മൾ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കമ്മീഷൻ വരാം, അതുപോലെ തന്നെ ബോണസ് വരാം, സാലറി ഒക്കെ വരാം. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഈ കമ്മീഷനും അതുപോലെ തന്നെ സാലറിയും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2000 + 500 എത്രയാണ്, 2500. അപ്പോൾ എന്ത് ചെയ്യാം, അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇങ്ങനെയാണ് ബുക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ ബിസിനസ് പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അടുത്ത എന്താണ്, ഇതിലെങ്ങനെയാണ് തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്, പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മളോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്, ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് റെമ്യൂണറേഷൻ ഓഫ് ദി പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷനും പിന്നെ അതുപോലെ തന്നെ ബുക്ക് പ്രോഫിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ നോക്കാം. ഔട്ട് ഓഫ് ദി എക്സ്പെൻസ് 1,60,000, 32,000 ഈസ് നോട്ട് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 36, 37 സബ്സെക്ഷൻ 1 ആൻഡ് 43 സബ്സെക്ഷൻ ബി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് അറിയോ, 1,60,000 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പെൻസ് തന്നിട്ടുണ്ടല്ലോ, ഇതിൽ നിന്ന് 32,000 എന്താണ് നോട്ട് ഡിഡക്റ്റബിൾ ആണ്. അപ്പം നമ്മൾ ആ 32,000 എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ, ഡിപ്രിസിയേഷൻ അലവബിൾ അണ്ടർ ദി സെക്ഷൻ 32 ഈസ് 74,000 ആണ്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര ഡിപ്രിസിയേഷൻ, 70,000 ആണ്. അപ്പോൾ ഇതിൽ 74,000 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, 4,000 കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്, ഇൻട്രസ്റ്റ് ടു എക്സ്റ്റെൻഡ് ഓഫ് ദി 1,600 ഈസ് നോട്ട് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി. ഇവിടെ എന്താണ്, 1,600 എന്താണ് നോട്ട് ഡിഡക്റ്റബിൾ എന്നാണ് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, 16,000 ആണ്. അതിൽ 1,600 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നെറ്റ് ലോസ് ആണ്. അപ്പോൾ നെറ്റ് ലോസ് ആകുമ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസലവൻസ് എക്സ്പെൻസ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം, ഡിസലവൻസ് ഇൻകംസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ദി ബുക്ക് പ്രോഫിറ്റ്. ഫസ്റ്റ് നെറ്റ് ലോസ് എത്രയാണ്, നെറ്റ് ലോസ് ചെയ്ത് അത് 1,60,000 ആണ്, അത് നമ്മൾ എഴുതി. പിന്നെ അതിനെന്ത് ചെയ്യാം, ഡിസലൗഡ് എക്സ്പെൻസസ് നമ്മളിവിടെ ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇവിടെ നെറ്റ് ലോസ് ആണ്, സോ ലെസ് ചെയ്യണം. അപ്പോൾ ഡിസലവൻസ് എക്സ്പെൻസ് എത്രയാണ് വരുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിസലവൻസ് എക്സ്പെൻസ് ആദ്യം നമുക്ക് 32,000, അത് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ടല്ലോ, ആ 32,000 അപ്പോൾ ലെസ് ചെയ്യുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏതാ 1,600, അതും ലെസ് ചെയ്യുക. പിന്നെ എന്താണ്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എത്രയാണ്, 1,34,000, അതും നമ്മൾ എന്ത് ചെയ്യാം, അതിന് ലെസ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഡിപ്രിസിയേഷന് നമ്മളിവിടെ 74,000 മൈനസ് 70,000 ചെയ്യുക. അപ്പോൾ എത്രയാണ്, 4,000. അപ്പോൾ 4,000 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിപ്രിസിയേഷന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഡിസലവൻസ് എക്സ്പെൻസസ് എല്ലാം ലെസ് ചെയ്തു. പക്ഷേ ഇവിടെ ഡിസലവൻസ് ഇൻകംസ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് എന്താണ്, ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 47,600 ആണ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, റെമ്യൂണറേഷൻ ഓഫ് ദി വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റെമ്യൂണറേഷൻ ഓഫ് ദി വർക്കിംഗ് പാർട്ട്നേഴ്സ് എത്രയാണ്, 1,34,000 ആണ് നമുക്കറിയാം. പക്ഷേ 1,34,000 നമുക്ക് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ലിമിറ്റ് പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ബുക്ക് പ്രോഫിറ്റ് നമ്മൾ കണ്ടു 47,600 ആണ്. അപ്പോൾ അതിൻ്റെ 90% ആണോ 1,50,000, വിച്ച് എവർ ഈസ് മോർ. ഇതിലേതാണ് ഹൈ നോക്കുക. അപ്പോൾ ഇതിലേതാണ് 1,50,000 ആണ്. എന്നിട്ട് then 1,50,000 എന്താണ്, പെർമിസിബിൾ ലിമിറ്റാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ്, റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ് എന്ന് പറയുന്നത് എത്രയാണ്, 1,34,000 ഉള്ളൂ. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുക, 1,50,000ഉം 1,34,000 കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ലോവർ ആണ്. അതിൽ ഏതാണ് കുറവ്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആണല്ലോ. പക്ഷേ നമ്മൾ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 1,50,000 വരെയുണ്ട്. പക്ഷേ നമ്മൾ റെമ്യൂണറേഷൻ പെയ്ഡ് ചെയ്തത് ആകെ 1,34,000 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡിഡക്ഷൻ വരുന്നത് എത്രയാണ്, 1,34,000. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇൻകം ടാക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആയിട്ടുള്ള ഒരു ബുക്ക് പ്രോഫിറ്റിൻ്റെ 2 കാൽക്കുലേഷനാണ് ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.